എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി കടാക്ഷം എന്നും നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എന്നും നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചില വസ്തുക്കൾ അത് നമ്മുടെ കുടുംബത്തിൽ എന്നും ഉണ്ടായിരിക്കണം. അതായത് മുഴുവനായിട്ട് കഴിഞ്ഞു പോകരുത്. ഈ വസ്തുക്കൾ മുഴുവനായിട്ട് വടിച്ച് തുടച്ചെടുക്കരുത്. അതെന്നും നമ്മൾ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള ചില വസ്തുക്കളുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിലെ ഏറ്റവും ഐശ്വര്യം എന്നും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ നമ്മളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വസ്തുക്കൾ കഴിയാതിരിക്കാൻ ശ്രമിക്കണം. എല്ലാ ദിവസവും നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും. ഇങ്ങനെ മറന്ന് വാങ്ങാതിരിക്കാൻ പാടില്ല. കഴിയുന്നതിന് മുമ്പ് തന്നെ വാങ്ങി വയ്ക്കുക. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിൽ ആദ്യമായിട്ട് പറയേണ്ടത് ഉപ്പാണ്. ഉപ്പിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. ലക്ഷ്മി സാന്നിധ്യമുള്ള നിരവധിയായിട്ടുള്ള വസ്തുക്കളുണ്ട്. അതിലേറ്റവും ഒന്നാമത്തെ നിൽക്കുന്നത് ഉപ്പാണ്. ഈ ഉപ്പ് നമ്മൾക്കറിയാം, നമ്മൾ പല തരത്തിലുള്ള പ്രയോഗങ്ങൾക്കും നമ്മൾ ഉപ്പ് എടുക്കാറുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മുടെ വീട്ടിൽ, പ്രത്യേകിച്ചും കല്ലുപ്പ്, തീർന്നു പോവാൻ ഇടവരുത്തരുത്. ഉപ്പ് ഒരാൾക്ക് കടം കൊടുക്കുകയോ അല്ലെങ്കിൽ കടമായിട്ട് വാങ്ങുകയോ ഒന്നും ചെയ്യാനുള്ള അവസരം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴൊക്കെ ഉപ്പ് നമ്മുടെ തീരാറാവുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് വാങ്ങി വയ്ക്കുക. വെള്ളിയും ചൊവ്വയും വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഉപ്പ് വാങ്ങാനായിട്ട്. ഉപ്പ് വാങ്ങുമ്പോൾ ഈ ദിവസം പോയി വാങ്ങുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഉപ്പിൻ്റെ പ്രാധാന്യം അത്രമാത്രം വലുതാണ്. ഉപ്പ്, പ്രത്യേകിച്ച് ഉപ്പ് സൂക്ഷിക്കുന്നതും അതേപോലെ തന്നെ ശുദ്ധമായിട്ട് വേണം സൂക്ഷിക്കാൻ. മൺപാത്രത്തിലാണ് പണ്ടൊക്കെ ഉപ്പിട്ട് വയ്ക്കാറ്. ഭരണികളിലാണ് നമ്മൾ ഉപ്പ് സൂക്ഷിക്കാറുള്ളത്. അത് വളരെ ശുദ്ധിയായിട്ട് വേണം സൂക്ഷിക്കാൻ. നമ്മൾ പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ ഉപ്പ് തൊടുന്നതിൻ്റെ മുമ്പ് കൈയൊന്ന് കഴുകും. ശുദ്ധമായിട്ട് വേണം ഉപ്പിനെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. വേറൊരു സാധനം എടുത്ത കൈ കൊണ്ടൊന്നും ഉപ്പ് പോയി തൊടാറില്ല. അപ്പോൾ അത്രമാത്രം നമ്മൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ്. അപ്പോൾ ഈ ഉപ്പ് വീട്ടിലെപ്പോഴും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെയാണ് മഞ്ഞൾ. അതേപോലെ പ്രാധാന്യമുള്ളതാണ് മഞ്ഞൾ. ഈ മഞ്ഞളും നമ്മുടെ വീട്ടിൽ തീരാൻ പാടില്ല. മാത്രമല്ല, മഞ്ഞൾ നമ്മളൊരാൾക്ക് കൊടുക്കാനായിട്ടും പാടില്ല. വെറുതെ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കടമായിട്ട് സന്ധ്യ കഴിഞ്ഞിട്ട് ഇതൊന്നും കൊടുക്കാൻ പാടില്ലാത്ത സാധനങ്ങളുമാണ്. മഞ്ഞൾ നമ്മൾ എപ്പോഴും തീരാതെ സൂക്ഷിക്കുക. മഞ്ഞൾ എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും മഞ്ഞൾ ഉണ്ടായിരിക്കണം. മഞ്ഞളിൻ്റെ ആയുർവേദ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം ഒരുപാട് കാര്യങ്ങൾ മഞ്ഞളിനെ കുറിച്ചുണ്ട്. അതുപോലെ തന്നെയാണ് ലക്ഷ്മി സാന്നിധ്യം വളരെയധികം ദൈവികമായിട്ടുള്ള ഒരു ചൈതന്യമുള്ളൊരു വസ്തു കൂടിയാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. എല്ലാ മംഗളകാര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മഞ്ഞൾ. അതുകൊണ്ട് ഈ മഞ്ഞളും അതേപോലെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ കുടുംബത്തിൽ. മഞ്ഞളും ഉപ്പിനെ പറഞ്ഞ മാതിരി തന്നെയാണ്. നമ്മൾ മഞ്ഞൾ എടുക്കുമ്പോഴും വേറൊരു വസ്തു തൊട്ട കൈകൊണ്ട് നമ്മൾ മഞ്ഞൾ എടുക്കാറില്ല. പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എല്ലാവരെ കൊണ്ട് ഇതൊന്നും ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ കുറച്ച് മഞ്ഞൾ ശുദ്ധമായിട്ട് നമ്മൾ എപ്പോഴും മാറ്റി വെക്കണം. അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് അരി. അരി ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ തീർന്നു പോകരുത്. അരി കഴിയുന്നതിനനുസരിച്ച് വാങ്ങി നിറച്ച് വയ്ക്കുക. എപ്പോഴും എല്ലാം നിറഞ്ഞിരിക്കുന്നതാണല്ലോ ഐശ്വര്യം. അരിയൊക്കെ പ്രത്യേകിച്ചും, അരിയൊക്കെ പാത്രത്തിൽ എപ്പോഴും നിറഞ്ഞിരിക്കുന്നതാണ് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അരിയും നമ്മൾ തീർത്തെടുക്കരുത്, മുഴുവനായിട്ട് എടുക്കാൻ പാടില്ല. ഈ പണ്ടൊക്കെ നമ്മളെ അമ്മമാരൊക്കെ ചോറ് വയ്ക്കുന്ന സമയത്ത് അരിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നാഴി കൊണ്ട് അളന്നെടുക്കുന്ന സമയത്ത് ഈ എടുത്ത അരിയിൽ നിന്ന് ഒരു പിടി അരി എടുത്തിട്ട്, നുള്ള അരി എടുത്തിട്ട് ആ നാഴിയിൽ തന്നെ തിരിച്ചു വയ്ക്കും. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അരി മുഴുവനായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. തിരിച്ച് നമ്മൾ ആ ലക്ഷ്മി സാന്നിധ്യമുള്ള അരിയാണ് തിരിച്ച് അങ്ങോട്ട് തന്നെ കുറച്ച് വെക്കുകയാണ്. ഭഗവതിക്ക് വേണ്ടിയിട്ട് അവിടെ തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പണ്ടുള്ളവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. എങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇതൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് ചെയ്യുക എന്നുള്ളത് പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. എങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ അരിയൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ശേഖരിച്ച് വെക്കാൻ സാധിക്കും. ഇതൊന്നും കേടാവാത്ത സാധനങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മളിതൊക്കെ മേടിച്ച് വെക്കുക. അപ്പോൾ ഈ വളരെയധികം ലക്ഷ്മി സാന്നിധ്യം ഈ അരിയിൽ മഞ്ഞൾ വെക്കുന്നതും വളരെ വിശേഷമാണ്. അരിപ്പാത്രത്തിൻ്റെ അടിയിൽ നമ്മൾ മഞ്ഞളിൻ്റെ കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് ഇട്ട് വെക്കുന്നതും വളരെ വിശേഷമാണ്. പണം വരവിന് വളരെയധികം അത് സഹായിക്കും. ധനവരവിനെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അരിപ്പാത്രത്തിൽ മഞ്ഞളിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ തന്നെ നമ്മുടെ കുടുംബത്തിലെ
നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പോയിക്കോളും. എന്തെങ്കിലും തരത്തിൽ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ദൃഷ്ടിദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് പരിപാലിച്ച് പോരുകയാണെങ്കിൽ തന്നെ അതൊക്കെ അങ്ങോട്ട് മാറിപ്പോയിക്കോളും. പക്ഷേ ഇന്ന് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ പലരും പല കാര്യങ്ങളും മാറ്റി വയ്ക്കും. അതിന് സമയം കിട്ടിയില്ല, ഇതിന് സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊക്കെ നോക്കാൻ ഒരുപാട് എല്ലാ ദിവസവും നോക്കേണ്ട കാര്യങ്ങളല്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അല്ലേ. ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഇതിനൊക്കെ വേണ്ടി മെനക്കെട്ടാൽ മതി. ചിലപ്പോൾ മാസത്തിൽ ഒരു ദിവസം മെനക്കെട്ടാലും മതിയാവും. കുറേയൊക്കെ സാധനങ്ങൾ ഒരുമിച്ചൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ എന്നും ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യം മേൽക്ക് മേൽ വർദ്ധിക്കുകയുള്ളൂ. കാരണം നമ്മൾ പ്രാർത്ഥനകൾ, അതിൻ്റെ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമുക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. ലക്ഷ്മി സാന്നിധ്യം, ദേവിയുടെ അനുഗ്രഹം ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ മേലുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മളെപ്പോഴും എല്ലാ വീടുകളിലും ഉണ്ടാവും കുങ്കുമം. അഷ്ടമംഗല്യമുള്ള സൂക്ഷിക്കുന്ന എല്ലാ സ്ഥലത്തും കുങ്കുമച്ചെപ്പ് ഉണ്ടാവും. അപ്പോൾ കുങ്കുമവും അതുപോലെ കർപ്പൂരമൊക്കെ വളരെ വിശേഷമാണ്. കുങ്കുമവും കർപ്പൂരമൊക്കെ നമ്മളെ പൂജാമുറിയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ദേവിക്ക് നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് കുങ്കുമപ്പൊട്ടൊക്കെ വെച്ച് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ കുങ്കുമം ഒരിക്കലും തീർന്നു പോവാതിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ കർപ്പൂരം എല്ലാ ദിവസവും വിളക്ക് കൊളുത്തുമ്പോൾ കർപ്പൂരാരതി ചെയ്യുന്നത് വളരെ വിശേഷമാണ് അല്ലേ. കർപ്പൂരം ഒന്ന് കത്തിച്ച് ആ സുഗന്ധം ആ സമയത്ത് എല്ലായിടത്തും ഒന്ന് വ്യാപിക്കും. അത് വളരെ നല്ലതാണ്. നമുക്ക് എല്ലാ പൂജകളിലും കർപ്പൂരാരതി ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്കും നമ്മുടെ വീടുകളിൽ കർപ്പൂരം ഒഴിയുന്നതിന് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഉള്ള കാര്യമല്ല. നമുക്കത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു കർപ്പൂരത്തട്ട് വാങ്ങിയിട്ട് കർപ്പൂരം നമ്മൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച് പൂജയും നമ്മുടെ നാമജപമൊക്കെ കഴിഞ്ഞിട്ട് ഈ കർപ്പൂരം ഒഴിയുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ വിളക്ക് കത്തിക്കാനാണ് എണ്ണ, ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ വളരെ വലിയൊരു മാറ്റം നമുക്ക് തന്നെ അനുഭവപ്പെടും. നമ്മളിത് ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റി ഒക്കെ മാറി പോയി എന്ന് നമുക്ക് തന്നെ തോന്നാൻ തുടങ്ങും. നമ്മളെല്ലാം നീറ്റായിട്ട് കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിന് തന്നെ വല്ലാത്തൊരു മാറ്റം സംഭവിക്കും. ആ മാറ്റത്തിലൂടെയാണ് ബാക്കിയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാ കുടുംബത്തിലും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.